അറസ്റ്റ് തടഞ്ഞിട്ടും മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാനാവുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെയാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. 10 ദിവസത്തെ ഒളിവിനിടയിൽ ആദ്യം സെഷൻസിലും പിന്നീട് ഹൈക്കോടതിയിലും മുൻകൂർ ജാമ്യത്തിനായി രാഹുലിൻ്റെ അഭിഭാഷകരെത്തി. ഇതിനിടയിൽ രാഹുലിന് വേണ്ടി പോലീസ് പരക്കം പാഞ്ഞു. അതിനിടയിലാണ് ഹൈക്കോടതിയിൽ നിന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ ശ്രമത്തിന് തിരിച്ചടിയുണ്ടാകുന്നത്. സെഷൻസിൽ ആൻസിപ്പേറ്ററി ബെയിൽ തള്ളിയെങ്കിലും ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിന്റെ വിധി വരും വരെ അറസ്റ്റ് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്വാഭാവിക നീതിയുടെ ഭാഗം മാത്രമാണിത്. ഇതിന് അർത്ഥം രാഹുലിന് ജാമ്യം കിട്ടിയെന്നോ ജാമ്യം കിട്ടുമെന്നോ അല്ല. മാത്രമല്ല, രാഹുലിന് രണ്ടാമതൊരു കേസ് കൂടിയുണ്ട്. അതൊരു ദിവ്യഗർഭത്തിന്റെ കേസാണ്. കേസ് കൊടുത്തത് കോൺഗ്രസ് നേതാക്കളാണ്. മറ്റാരും കാണിക്കാത്ത കീഴ്വഴക്കങ്ങൾ കാണിച്ച് പാർട്ടിയെ സംശുദ്ധീകരിക്കുകയാണ് നേതാക്കൾ ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് വളരെ വിചിത്രമാണ്. പരാതിക്കാരിയായ 23-കാരി ആ കേസ് നൽകുന്നത് കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിനാണ്. അതും 10-12 വർഷം മുമ്പ് നടന്നുവെന്ന് പറയുന്ന പീഡനത്തിനാണ്. നോക്കണം, പരാതി നൽകുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്, പോലീസിനല്ല. പരാതി സ്വീകരിക്കാൻ പാർട്ടി നേതൃത്വം ആരാണ്? അതും പരാതിക്കാരിയെ നേരിട്ട് വരാതെ. പാർട്ടി നേതൃത്വത്തിന് വന്ന ഒരു ഇമെയിൽ, ഇര നേരിട്ടു എന്ന് പറയാത്ത അദൃശ്യ പരാതി. ഇര കാണാൻ മറയത്തിരുന്ന് ഒരു ഇമെയിൽ സന്ദേശത്തിലൂടെ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകുന്നു. നേതൃത്വം അത് പോലീസ് മേലധികാരികൾക്ക് കൈമാറുന്നു. പാർട്ടി നേതൃത്വത്തിന് ഉളുപ്പ് ലെവലേശമുണ്ടോ എന്ന് ചോദിക്കാതെ വയ്യ. ഇവിടെ വല്ലാത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് ഇരയെന്ന് പറയുന്നയാൾ പരാതി നൽകുന്നു. ഭരണത്തിൽ അധികാരമില്ലാത്തവർ ആ പരാതി വാങ്ങി കേസെടുക്കാൻ പോലീസിനോട് പറയുന്നു. എന്തൊരു നിഷ്കളങ്കത! കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്ന് അടങ്ങാത്ത വാശി, ഇരയോടുള്ള അനുകമ്പ, ചേർത്തുപിടിക്കൽ. എന്നാൽ നിങ്ങളൊന്ന് നോക്കണം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ കേസിലെ ഈ ഇര പരാതി നൽകിയത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ സാറിനാണ്. പിണറായി വിജയൻ സാർ അത് പോലീസ് മേധാവിക്ക് കൈമാറുന്നു. അന്നേരം പ്രതിപക്ഷത്തിരിക്കുന്നവർ ഒന്നടങ്കം പറഞ്ഞു, പിണറായി ആരാ പരാതി സ്വീകരിക്കാനെന്ന്? ഇവിടെ കോടതിയില്ലേ, പോലീസില്ലേ എന്നൊക്കെയായിരുന്നു അന്ന്. എന്നാൽ പിണറായിക്ക് പറയാൻ ഒരു ന്യായമുണ്ടായിരുന്നു, ഞാൻ സംസ്ഥാനത്തെ പോലീസ് മന്ത്രിയാണെന്ന്. എന്നാൽ ഇപ്പോഴോ ഒരു മന്ത്രിയോ പോലീസ് വകുപ്പോ ഭരണം പോലും ഇല്ലാത്ത പാർട്ടിയാണ് പരാതി സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ആരാ? പാർട്ടി പ്രസിഡന്റിന് എന്തെങ്കിലും അധികാരമുണ്ടോ ഇങ്ങനെ പരാതി സ്വീകരിക്കാൻ? ചോദ്യങ്ങൾ തിരിച്ചുമാവാമല്ലോ. വി.ഡി. സതീശനും മറ്റും എന്ത് അവകാശമാണ് ആ പരാതി സ്വീകരിക്കാൻ? നേതാക്കൾ പറയേണ്ടത് ഇത്ര മാത്രമായിരുന്നു, കുഞ്ഞെ, നീ പോയി പോലീസിൽ പരാതിപ്പെടൂ, പാർട്ടിക്കകത്തുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കാം. അതല്ലായിരുന്നു വേണ്ടത്. സ്വന്തം പാർട്ടിയുടെ തണലിൽ വളർന്ന ഒരു MLA-ക്കെതിരെ ഒരു മെയിലിൽ ഒരു പീഡന പരാതി വരുന്നു. അതും ഞാൻ മനസ്സിലാക്കിയത് വളരെ കാലം മുമ്പ് നടന്നുവെന്ന് പറയുന്ന ഒരു പരാതി, ഒരു പീഡനത്തിന്റെ പരാതി. ആ പരാതി മുന്നും പിന്നും നോക്കാതെ നേതൃത്വം പോലീസിന് കൈമാറുന്നു. ഇതൊരു പുതുമയുള്ള കാര്യമല്ലേ? മറ്റൊരു പാർട്ടിയിലും കാണാത്ത പുതുമയുള്ള കാര്യം. ഇനി അതല്ല, പരാതിക്കാരി പാർട്ടിക്കകത്തു നിന്നാണെങ്കിൽ ഈ പരാതി മുമ്പേ കിട്ടിക്കാണില്ലേ? ആ പരാതി മുമ്പേ കിട്ടിയിരുന്നെങ്കിൽ അന്നേ നടപടി എടുക്കണമായിരുന്നില്ലേ? എങ്കിൽ ഇന്ന് ഈ പൊല്ലാപ്പുകളൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഇരയ്ക്ക് വേണ്ടി പാർട്ടി നേരിട്ട് നൽകിയ പരാതിയിൽ ഒന്ന് മനസ്സിലാക്കാനുണ്ട്. പാർട്ടിക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച തടയാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ടെന്ന്. അവർ കൂടിയുണ്ട് തിരശ്ശീലയ്ക്ക് പിന്നിൽ രാഹുലിനെതിരെ ചരട് വലിക്കാൻ.
രാഹുലിനെ ഇല്ലായ്മ ചെയ്യാൻ. ഒരേ സമയം ഒരു കേസിൽ ഒരു കോടതി അറസ്റ്റ് തടയുകയും മറ്റേ കേസിൽ മറ്റൊരു കോടതി അറസ്റ്റിന് തടസ്സം നിൽക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ഒന്നാമത്തെ കേസിൽ അറസ്റ്റ് തൽക്കാലത്തേക്കെങ്കിലും തടയുമ്പോൾ രണ്ടാമത്തെ കേസിന് ഏണി വെച്ച് കൊടുത്തത് കോൺഗ്രസ് നേതൃത്വമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ ഇരയുടെ കേസ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തായിരുന്നുവെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ അമർന്നേനെ. ഒരു ശബ്ദം പോലും പുറത്തേക്ക് കേൾക്കില്ലായിരുന്നു. ഒരു പടക്കക്കടയിൽ നിന്ന് പോലും വെടിപൊട്ടില്ലായിരുന്നു. ഇര സ്വയം വെളിവാകുമ്പോൾ മാത്രമേ ആ കേസ് കോടതിക്കുള്ളിൽ എത്തുമായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഒരാളെ എങ്ങനെ തഴയണമെന്ന് നോക്കുന്നവർ അതിനുള്ള വഴി വെട്ടിക്കൊടുക്കുന്നു, അതിനുള്ള വഴി വെട്ടിക്കൊടുക്കുക കൂടി ചെയ്യുന്നു. ഇത്രമാത്രം ധാർമ്മിക ബോധം തലക്കുള്ളിൽ തിളച്ചു മറിയുന്നുണ്ടെങ്കിൽ ഫെനി നൈനാനെതിരെയും ഷാഫിക്കെതിരെയും അന്വേഷിക്കാൻ പറയണം നേതൃത്വം. അവരെ കൂടി പാർട്ടിക്കാർ തന്നെ കൂട്ടുപ്രതിയായി പറയുന്നുണ്ടല്ലോ, വ്യംഗ്യമായിട്ടെങ്കിലും. കോൺഗ്രസിന്റെ ധാർമ്മികതയും നീതിബോധവും മാർക്സിസ്റ്റ് പാർട്ടിക്കാർ നിറഞ്ഞ കണ്ണോടെ കാണട്ടെ. ഒന്നിനെ എറിഞ്ഞു വീഴ്ത്തിയാൽ രണ്ടാമതൊന്നിനെ വീഴ്ത്താൻ വലിയ പണി കാണില്ല. കോൺഗ്രസ് മറക്കാതിരിക്കുന്നത് നന്ന്. പല നിയമവിദഗ്ധരും പറയുന്നത് മറഞ്ഞിരുന്ന് ഈ ഇമെയിലിന്റെ പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനാവില്ല എന്നാണ്. എന്നാൽ കോൺഗ്രസിനകത്ത് രാഹുലിനെതിരെ പടയൊരുക്കം നടക്കുന്നതിനാൽ അവസരം കിട്ടിയാൽ കേരള പോലീസിനെ രാഹുലിനെ തട്ടി അകത്തിടുക തന്നെ ചെയ്യും. അതിൽ സംശയം വേണ്ട. രണ്ടാം കേസിൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചാൽ ഹൈക്കോടതി ദയക്ക് വേണ്ടി രാഹുൽ വീണ്ടും കാത്തു നിൽക്കേണ്ടി വരും. സ്വന്തം കൂട്ടിനറിയാൻ ഉന്നം നോക്കിയിരിക്കുന്നവർക്ക് അതൊരു സുവർണ അവസരമായിരിക്കുകയും ചെയ്യും.